പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാ മുരിങ്ങേൻ്റെ ഇലയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. കുറേ ദിവസമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പം നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഹെയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ താളിയും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങയില വെച്ചിട്ട് താളി ഉണ്ടാക്കി തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും കിട്ടാൻ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും തേക്കാറില്ല. പക്ഷെ നല്ലതാട്ടോ മുരിങ്ങേൻ്റെ ഇല നമുക്ക് കഴിക്കാനും നല്ലതാണ്. അതുപോലെ തലയിൽ താളിയാക്കി തേക്കുന്നതും നല്ലതാണ് കേട്ടോ. ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അരച്ചിട്ട് തേക്കാൻ പറ്റും, പൗഡർ വെച്ചിട്ട് നമുക്ക് താളിയാക്കാൻ പറ്റും. പിന്നെ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഈ മുരിങ്ങേൻ്റെ ഇല ആ ഒരു വെള്ളം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറേ ഉപകാരങ്ങൾ, കുറേ രീതിയിൽ നമുക്ക് ഈ മുരിങ്ങേൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് തലയിൽ പലതരം പാക്കായിട്ടും ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരൻ പോകാനൊക്കെ നല്ലതാണ്. അതുപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നത് മാറാൻ, ഒരു ഡ്രൈനസ് ഇത് തേക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഡ്രൈനസ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് ഇത് തേക്കുന്ന സമയത്ത് മുന്നേ നല്ലോണം വെളിച്ചെണ്ണ തലയിൽ തേക്കണം. അല്ലാതെ പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ, അയൺ ഉണ്ട്, സി, ഇ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് താരൻ പോകാൻ, തലയിലുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല, ചൊറിച്ചിലാണെങ്കിലും അങ്ങനെ ചെറിയ കുരുക്കളൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറാനൊക്കെ നല്ലതാട്ടോ. ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്യായിരുന്നു. ഇപ്പം എന്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ കൊണ്ടും അതുപോലെ പുറത്തോട്ടൊക്കെ പോയതുകൊണ്ടൊക്കെ തന്നെ നമുക്കിതൊന്നും കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം എനിക്ക് കുറച്ച് മുരിങ്ങേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തേക്കുന്നത് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് അങ്ങനെ ഓരോരോ ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ ചെറുതാക്കിയിട്ട് ഇല എടുക്കുക, അതുപോലെ എടുക്കണമെന്നില്ല. ഇതുപോലെ കുറച്ച് തണ്ടോട് കൂടെ തന്നെ ഇങ്ങനെ എടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. വെള്ളം നിങ്ങൾക്ക് കഞ്ഞീൻ്റെ വെള്ളം യൂസ് ചെയ്യാം, ഇനി അല്ല ഉലുവേൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ല ഇനി സാധാ നോർമൽ വെള്ളമാണെങ്കിൽ അത് എടുക്കുക കേട്ടോ. എന്തായാലും ഈ ക്ലോറിൻ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും യൂസ് ചെയ്യാതെ, ഹാർഡ് വാട്ടർ യൂസ് ചെയ്യാതെ നോർമൽ നല്ല വെള്ളം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചിട്ട് അരിച്ചെടുക്കണം. ഒരു നല്ല തോർത്തുമുണ്ടിലോ അരിപ്പയിലൊക്കെ വെച്ചിട്ട് അരിച്ചെടുക്കണം. അതിൻ്റെ ഒരു ചണ്ടി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ തലയില ചെയ്യരുത് കേട്ടോ. അത് കൂടുതൽ താരൻ വരാനും, അതിപ്പോൾ നമ്മൾ ചെമ്പരത്തി താളി എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ തലയിൽ തേക്കാൻ. ഇല്ലെങ്കിൽ കൂടുതൽ ചൊറിച്ചിലൊക്കെ വരും. ഇതിൻ്റെ പൊടി ഇങ്ങനെ തലയിൽ ഇങ്ങനെ സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്. അപ്പോൾ നല്ലോണം അരിച്ചെടുക്കണം. അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇലകളൊക്കെ തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, നല്ലോണം അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ എടുത്ത് കഴിഞ്ഞു കേട്ടോ. നമുക്കിത് കളയാം. എന്നിട്ട് ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട്. കമ്പ് ചെറിയ തണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് ഞാൻ വെള്ളം ചേർത്താണ് നരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. നമുക്കിത് തലയിൽ തേക്കാം. കുറച്ച് വെള്ളം എടുത്താൽ മതി കേട്ടോ. ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൂടിപ്പോയി വെള്ളം. എന്നാല് ഇല്ലെങ്കിൽ ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കും. ഓക്കെ,
അപ്പം ഒരു 30 minutes ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ വെച്ചാൽ ചിലപ്പം നീരിറങ്ങും, നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷ് ചെയ്യാൻ നിങ്ങളിനി പ്രത്യേകിച്ച് ഷാമ്പു ഒന്നും എടുക്കണം എന്നൊന്നുമില്ല. പിന്നെ നമ്മൾ തലയിൽ നല്ലോണം പോലെ എണ്ണ തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഓവർ നമ്മുടെ ഹെയറിന് അത്ര ഡ്രൈ ആക്കുകയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഷാമ്പും കണ്ടീഷണറൊന്നും യൂസ് ചെയ്യണമെന്നില്ല. വാഷ് ചെയ്തിട്ട് എൻ്റെ ഹെയർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഞാൻ വിളിച്ചോട്ടെ.